കണ്ടു മനസ്സിലാക്കുന്നു. ബിക്കോസ് ബാസ്ക് ഇത്ര പറ്റും തന്നെ ഞാൻ വിചാരിച്ചില്ല. പക്ഷെ മാസ്റ്റർ സൂപ്പറായി ചെയ്തു. 10-12 ഫൈറ്റ് ഉണ്ട്. അതിന് ഓരോ മാസ്റ്ററാണ് ഇവർ ഇറക്കിയേക്കുന്നത്. മറ്റേ പിന്നെ ഡാൻസറിന് വേറെ മാസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓരോന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഡാൻസ് ആയാലും റൊമാൻസ് ആയാലും പാട്ടായാലും രണ്ട് പാട്ടുണ്ട്. പിന്നെ തല്ലുപാട്ടുണ്ട്. പിന്നെ ഹന്നാൻ ഷാ ചേട്ടനാണ് പള്ളത്തിൽ മീനെ പോലെ പാടിയത്. അതിപ്പോൾ 24 ആണ് റാങ്കിങ്. അപ്പം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഹ്യൂജ് ഹിറ്റാക്കും. ക്രിസ്മസ് തൂക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിച്ചു കയറും. സൂപ്പർ അടിപൊളിയായിട്ട്. ഫൈറ്റ് കൊണ്ട് രോമാഞ്ചം വരില്ലേ നമുക്ക് കാണുമ്പോൾ. ഈ പടം കാണണം. ആരും മിസ് ചെയ്ത് നല്ലൊരു അടിപൊളമാണ്. ബാസിയുടെ ഒരു പൊങ്കാല എന്നെ പറയാം. പടം അടിപൊളിയാണല്ലോ എന്തായാലും ഷുവറായിട്ടും. നമ്മുടെ ബാസി ബ്രോ എന്ന് പറയുന്നത് ലൈക്ക് ഇതിൽ ബാസി ബ്രോ വേറെ റേഞ്ചാ. ഇതുവരെയായിട്ട് കണ്ടിട്ട് ബാസി ബ്രോ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ സപ്പോർട്ടാക്കുക. അടിപൊളി ഫൈറ്റ് ആട്ടാ. വേറെ ലെവൽ റേഞ്ച് ഫൈറ്റ്. ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് കാണാം. അപ്പോൾ പിന്നെ ബിഗ് താങ്ക്സ് പറയുന്നത് ബിനിൽ സാറോട് രഞ്ജിൻ സാറോടോ വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ എൻട്രി മുതൽ ഫുൾ ത്രൂ ഔട്ട് സിനിമ അവരെനിക്ക് തന്ന മാസ് ബീജവും എൻട്രി ഒക്കെ കിഡിൽ തന്നെ. ഒരു ബിഗ് താങ്ക്സ് ടു രഞ്ജിൻ സാറും ബിനിൽ സാർ. താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. അല്ല ഇതിനു മുമ്പ് പ്രിവ്യൂ കണ്ടിരുന്നോ? ഇല്ല, പ്രിവ്യൂ കണ്ടില്ല. അതല്ലേ പറഞ്ഞേ, കുറച്ച് ടെൻഷനിലായിരുന്നു. കാണാത്തതിന്റെ ടെൻഷൻ തന്നെ. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അതും നല്ല ഫൈറ്റാണ്. അതായത് നാടനല്ല. അങ്ങനെ അത് കാണുമ്പോഴത്തേനും നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു ബോറടിക്കില്ല. ആക്ഷൻ സിനിമ പൊതുവെ എനിക്ക് കുടുംബ ചിത്രങ്ങൾ ഇഷ്ടം. പക്ഷെ ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ലൊരു വേഷം ചെയ്യാൻ പറ്റും.